വിപണനത്തിനായി കഞ്ചാവ് പാക്ക് ചെയ്യുന്നതിനിടയിൽ യുവാക്കൾ പോലീസ് പിടിയിൽ. വിളക്കുവട്ടം കല്ലാർ 12 ഏക്കർ തോട്ടത്തിനുള്ളിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെ വീട്ടിൽ നിന്നുമാണ് യുവാക്കളും കഞ്ചാവും പോലീസ് പിടിയിലാകുന്നത്. കൊല്ലം റൂറൽ എസ്.പിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെയും കഞ്ചാവും പിടികൂടുന്നത്. കല്ലാർ 12 ഏക്കർ തോട്ടത്തിനുൾവശത്തായി ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒറ്റ വീട്ടിലാണ് യുവാക്കൾ തമ്പടിച്ചിരുന്നത്. വീടിന് മുകൾ വശവും താഴെയുമായി 2 നായ്ക്കളെ കാവലിട്ട് അതിവിദഗ്ധമായാണ് യുവാക്കൾ ഇവിടെ തമ്പടിച്ചിരുന്നത്. വീട് പോലീസ് വളഞ്ഞപ്പോൾ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. അതിസാഹസികമായി ഓടിച്ചിട്ടാണ് 3 പ്രതികളെ പിടികൂടുന്നത്. 2 പേരെ വീടിനുള്ളിൽ വെച്ച് തന്നെ പിടികൂടിയിരുന്നു. 5 പേരാണ് പിടിയിലായത്. പിടിയിലാകുന്ന സമയത്ത് ഇവർ കഞ്ചാവ് പൊതികളാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാകുകയായിരുന്നു. ലോട്ട് കച്ചവടം കഴിയേണ്ട ഒരു മണി 2 മണി 1:30 ആകുമ്പോഴത്തേക്ക് ഞാനാദ്യം പള്ളി വിരിഞ്ഞിട്ട് എന്നെ കാത്തിരിക്കും. ഞാൻ അവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ 1 ബൈക്ക് കാണും, ചിലപ്പോൾ 2 കാണും, ചിലപ്പോൾ 3 കാണും, ചിലപ്പോൾ 4 കാണും. പിള്ളേർ സെറ്റാണ്. ഒരു 25 വയസ്സിനകത്തും 25, 26, 27 വയസ്സിനകത്ത് 20 വയസ്സിനകത്തുള്ള പിള്ളേരുകളാണ് വരുന്നത്. ഞാൻ തന്നെ ഒരു സമ്മതിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ചെറുക്കനെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ജോലിക്കല്ലെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഈ അമ്മച്ചിട്ട് ഞാൻ വഴക്ക് പറയുകയും ചെയ്തു. കാരണം നമ്മളൊരു തള്ളയുടെ ഒരു ആയുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഒരു സംഘം ചേർന്ന് നമ്മളെ ഇടിയത്. 12 ഏക്കർ ചരുവള വീട്ടിൽ സുജീഷ്, ഐലറ സ്വദേശി സൂരജ്, വിളക്കുവെട്ടം സ്വദേശി നിതീഷ്, മൈലക്കൽ സ്വദേശി ഇന്ദ്രജിത്ത്, ഇളമ്പൽ കോട്ടവട്ടം സ്വദേശി അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജിത് കുമാർ സ്ഥലത്തെത്തി പ്രതികളെ ദേഹപരിശോധന നടത്തി 2.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് പൊതികളാക്കി വിപണനം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പ്രാഥമിക നിഗമനം. മുൻപും ഇത്തരത്തിൽ അന്യസംസ്ഥാനത്ത് നിന്നും കഞ്ചാവ് ഇവർ എത്തിച്ച് വിപണനം നടത്തിയിട്ടുണ്ടെന്നും സംശയിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കളുടെ വലിയ സംഘം ഇവിടെ കേന്ദ്രീകരിച്ച് സ്ഥിരമെത്തുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ വരരുത്, ആരും വരരുതെന്ന് ഞാൻ എന്നും പറയും. പിന്നെ കേൾക്കാത്തതിന് എൻ്റെ കുറ്റമൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത്, ഞാൻ നേരം എടുത്ത് പോയി നമ്മുടെ വയറ്റിപ്പഴപ്പിന് പോയി 10, 200, 400 ഉണ്ടാക്കി നമ്മുടെ കാര്യം നോക്കി വരും. അമ്മർക്ക് ഇതുണ്ടോന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ സാർമാരെന്നെ അവിടെ നിന്ന് വിളിച്ച് കൊണ്ടു വന്ന് അങ്ങനെയല്ലേ ഓടി വന്നത്. തന്ത ഇവിടെ ഇല്ല. ഇവിടെ കുട്ടികൾ വേറെ വരാറുണ്ടോ ഇങ്ങനെ ഈ വീട്ടില്? അപ്പൊ നാട് ഇന്നിരിക്കുന്നുണ്ടില്ല. അതുപോലെ വരുമായിരിക്കും. ഞാൻ രാവിലെ പോയ ഉച്ചയ്ക്ക് ഇവിടെ വരത്തുള്ളൂ. 2 മണിയൊക്കെ അവന്റെ ടിക്കറ്റ് വിറ്റേ വരാൻ ഒക്കത്തുള്ളൂ. ഇവരെയൊക്കെ മുമ്പ് അമ്മ കണ്ടിട്ടുണ്ടോ? മുമ്പാര് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഒക്കെ ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോയെന്തോന്നു എനിക്കറിയത്തില്ല. എന്റെ പേര് അമ്മണി. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായും യുവാക്കൾ ഈ വീട് ഉപയോഗിച്ചിട്ടുണ്ട്. സുധീഷിന്റെ അമ്മൂമ്മ അമ്മണിയുടെ പേരിലുള്ളതാണ് വീട്. അമ്മണിക്ക് ലോട്ടറി കച്ചവടമാണ്. അമ്മണി ലോട്ടറി കച്ചവടത്തിനായി പോകുന്ന സമയത്താണ് യുവാക്കൾ ഇവിടെ എത്തുന്നതും തമ്പടിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.